നമസ്കാരം. കേരളത്തിൻ്റെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തന്നെ സഹൃദയനാണ്, ജനകീയനാണ്, മനുഷ്യനാണ്. സംസ്ഥാന സർക്കാരിന് ഇത് ഓർമ്മ വരില്ലെങ്കിലും ജനത്തിന് ഇപ്പോൾ വ്യക്തമായി അറിയാം. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. തലസ്ഥാനത്ത് ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി തൻ്റെ ഔദ്യോഗിക വാഹനം രാജ്ഭവൻ്റെ ഗേറ്റിന് പുറത്തേക്ക് പോകവെയാണ് കാൽനടക്കാരനായ ഒരു വ്യക്തി തലകറങ്ങി റോഡിലേക്ക് വീഴുന്നത് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പ്രമേഹത്തിൻ്റെ അളവ് കൂടിയതിനെ തുടർന്നാണ് ഗിരീഷ് എന്ന വ്യക്തിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. സംഭവം കണ്ട ഉടൻ തൻ്റെ വാഹനം നിർത്തി ഗവർണർ പുറത്തിറങ്ങി ഗിരീഷിൻ്റെ അടുക്കിലെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. ഏതാണ്ട് 15 മിനിറ്റോളം രാജ്ഭവന് മുന്നിലെ കവടിയ റോഡിൽ ചിലവഴിച്ച ഗവർണർ ഗിരീഷിന് അടിയന്തര ശുശ്രൂഷ ഉറപ്പാക്കാൻ ഒപ്പമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാജ്ഭവൻ സ്റ്റാഫ് ഉടൻ തന്നെ പുറത്തെത്തി വെള്ളമെത്തിച്ച് രോഗിയെ കഴിവത് സഹായിക്കുകയും പ്രാഥമിക ശുശ്രൂഷ നൽകുകയും ചെയ്തു. ഗിരീഷിനെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ച് വേണ്ട ചികിത്സ ഉറപ്പാക്കാൻ ഗവർണർ നിർദ്ദേശം നൽകിയ ശേഷമാണ് അതിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് ഗവർണർ ഔദ്യോഗിക വാഹനത്തിൽ കയറി പരിപാടി പങ്കെടുക്കാൻ പുറപ്പെട്ടത്. ഓർക്കണം, സംസ്ഥാന ഗവർണർ ഒരു പരിപാടിയിൽ എത്തുമ്പോൾ കൃത്യമായ ആ സമയത്ത് അദ്ദേഹം എത്തിയിരിക്കും. അത് പ്രോട്ടോക്കോളാണ്. പക്ഷേ ഒരാളുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹം അത് വ്യക്തമായി മനസ്സിലാക്കുകയും തൻ്റെ കഴിയുന്ന സഹായം ചെയ്യിച്ചു. ഗോവ നേതാവാണ്, RSS പ്രവർത്തകനാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2025 ജനുവരി 2 മുതലാണ് കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി സേവനമനുഷ്ഠിച്ചു തുടങ്ങിയത്. ഇതിനു മുമ്പ് ഹിമാചൽ പ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളുടെ ഗവർണറായിരുന്നു അദ്ദേഹം. 89 മുതൽ BJPയിൽ സജീവ പ്രവർത്തകനാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം വരെ അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം. 2002-7 കാലയളവിൽ ഗോവ നിയമസഭാംഗമായിരുന്നു. 2012-17 ഗോവ നിയമസഭ സ്പീക്കറായി. അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർലെസ് നിയമസഭയായി ഗോവയെ മാറ്റി. ഗോവയിലെ വനം, പരിസ്ഥിതി, പഞ്ചായത്ത് രാജ് വകുപ്പുകളുടെ മന്ത്രിയായിരുന്നു. പിന്നെ 2021 മുതൽ 23 വരെ ഹിമാചൽ പ്രദേശ് ഗവർണറും 23 മുതൽ 25 വരെ ബീഹാർ ഗവർണറും. തൊട്ട് പിന്നാലെ ആണ് കേരള ഗവർണറായി നിയുക്തനായത്. ഈ വിശ്വനാഥ് അർലേക്കറെയാണ് അവസാന നാളുകളിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഒന്ന് വിരട്ടാൻ നോക്കിയത്. അതിനു മുമ്പുണ്ടായിരുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാര്യരുമ്പാണെങ്കിൽ അർലേക്കർ ഉരുക്കാണെന്ന് പിണറായിക്ക് താമസിയാതെ മനസ്സിലായി. പിന്നാലെ വന്ന വി ഡി സതീശൻ മുഖ്യമന്ത്രിക്ക് ഒരു തോന്നൽ, പിണറായി വരെ കൊമ്പ് കോർത്തതല്ലേ, അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ ഗവർണറോട് കൊമ്പ് കോർത്തില്ലെങ്കിൽ എന്തോ ഒന്ന് ജനം കരുതും. അങ്ങനെ വി ഡി സതീശനും തൻ്റെ റോൾ ഭംഗിയായി ആടി തീർക്കാൻ കളത്തിലിറങ്ങി. പക്ഷേ മറുപടിയായത് ഗവർണറുടെ ഭാഗത്തു നിന്നും ഒന്നും വന്നില്ല. കാരണം മാന്യത കൊണ്ട് തന്നെയാണ്. പക്ഷേ ഗവർണർ അർലേക്കർ ചെയ്യേണ്ടത് മുറ പോലെ ചെയ്തു. SFIയുടെ ശവമടക്ക സമരവുമായി ബന്ധപ്പെട്ട് കാലടി VC ആയ സിസ തോമസ് പരാതിപ്പെട്ടതിന് പിന്നാലെ ഗവർണർ സംസ്ഥാന DGPയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തി. DGPക്ക് കാര്യം മനസ്സിലായി, ഗവർണറുടെ ഭാഷയും നയവും മനസ്സിലായി. പിന്നാലെ പ്രതീകാത്മക സംസ്കാരം നടത്തിയ SFIക്കാർ അകത്തുമായി. DGPയെ ലോക് ഭവനിലേക്ക് വിളിച്ചു വരുത്തിയ ഗവർണർ നടപടിയിൽ അങ്ങനെ ചടങ്ങ് തീർക്കാനായി മുഖ്യമന്ത്രി വി ഡി സതീശൻ കടുത്ത അതൃപ്തി അറിയിച്ചു. DGP എന്നല്ല ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെയോ സർക്കാരിൻ്റെയോ അറിവില്ലാതെ ലോക് ഭവനിലേക്ക് ഗവർണർ വിളിച്ചു വരുന്നത് അംഗീകരിക്കാനാകില്ല. അത് വേണ്ട, അംഗീകരിക്കില്ല എന്നാണ്. വേണ്ട, അംഗീകരിക്കേണ്ട. പക്ഷേ ഗവർണർ അർലേക്കർ കൃത്യമായി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. അതിനുള്ള റിസൾട്ടും ഉണ്ടായി. DGP കൃത്യമായി ആക്ടിങ് ചെയ്തു കഴിഞ്ഞു. DGPക്ക് അത് വ്യക്തമായി അറിയാം എന്താണ് ഗവർണർ പറയുന്നത് കേട്ടില്ലെങ്കിലുള്ള പൊല്ലാപ്പത്ത്. ഇക്കാര്യത്തിൽ വിയോജിപ്പ് ലോക് ഭവനെ അറിയിച്ചിട്ടുണ്ടെന്ന് ന്യായീകരിച്ച മുഖ്യമന്ത്രി തൻ്റെ നയം പറഞ്ഞു. മുൻ സർക്കാർ കാലത്ത് ഇത്തരം നടപടി ഉണ്ടായപ്പോഴും അതൃപ്തി അറിയിച്ചിരുന്നു. അപ്പോൾ LDF സർക്കാർ ചെയ്തതൊക്കെ ഒരു കീഴ്വഴക്കമായി കണ്ട് പ്രവർത്തിക്കുമെന്ന് തോന്നലാണ് വി ഡി സതീശനെന്ന് അടുത്തൊരു സംശയം. മുഖ്യമന്ത്രി സതീശൻ കുനിഞ്ഞ് കല്ലെടുക്കാൻ തുനിയുമ്പോൾ പാറക്കഷ്ണം കൊണ്ട് എറിഞ്ഞ് തുലയ്ക്കുന്ന ലീഗ് മന്ത്രിമാരുള്ള സർക്കാരാണിത്. അപ്പോൾ പിന്നെ വെറുതെ ഗവർണറെ ചൊറിഞ്ഞ് സതീശൻ വെടിമരുന്നിന് തീ കൊളുത്തരുതേ, മറ്റുള്ളവരെ ഏറ്റെടുക്കും, സതീശൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.